സേവ് ലക്ഷദ്വീപ് ഫോറത്തിൽ നിന്ന് ബിജെപിയെ ഒഴിവാക്കി. എ.പി. അബ്ദുള്ളക്കുട്ടി നടത്തിയ ദ്വീപ് വിരുദ്ധ പരാമർശത്തിലും ഐഷ സുൽത്താനയ്ക്കെതിരെ കേസ് നൽകിയതിലും പ്രതിഷേധിച്ചാണ് നടപടി. സോഷ്യൽ മീഡിയയിൽ താൻ ബംഗ്ലാദേശുകാരിയാണെന്ന് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഐഷ സുൽത്താന പ്രതികരിച്ചു. ഞാൻ ബംഗ്ലാദേശിലാണ് ജനിച്ചതെന്ന് പറയുന്നു, ഞാൻ പാകിസ്ഥാനിൽ എവിടെയാണ് പഠിച്ചതെന്ന് പറയുന്നു. ഇതൊക്കെ വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. എൻ്റെ ജനനം തന്നെ ലക്ഷദ്വീപിലെ ചേത്തല ദ്വീപ് എന്ന് പറയുന്ന ഐലൻഡിലാണ്. അവിടെ ആമിന മൻസിൽ എന്ന് പറയുന്ന തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ഗ്രാൻഡ് മദർ കർണാടകക്കാരിയാണ്. കർണാടകയിലെ മംഗലാപുരത്തുള്ള കൃഷ്ണാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ചേത്തല ദ്വീപുകാരനാണ്, മുഹമ്മദ് എന്നാണ് പേര്. എൻ്റെ ഫാദർ കുഞ്ഞിക്കോയ ചെത്തലാത്തുകാരനാണ്. എൻ്റെ മദർ ഹൗവ ചെത്തലാത്തുകാരിയാണ്. എല്ലാവരും ചേത്തല ദ്വീപിലെയാണ്. അപ്പം ഞാൻ പഠിച്ച് വളർന്നതൊക്കെ ചെത്തലാത്താണ്. +1 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ഞാൻ എടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഇതാണ് എൻ്റെ ട്രാവൽ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കുപ്രചരണത്തിൽ ആരും വീഴരുത്, ദയവ് ചെയ്ത്. പിന്നെ ഇതിൻ്റെ പുറകിൽ വലിയ തോതിൽ തന്നെ ഒരു ടീം ഉണ്ടെന്ന് എനിക്കിപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ചോടിക്കണം, ഒതുക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു പ്ലാൻ എന്നുള്ളത് ഇതിന് വളരെ വ്യക്തമാണ്. അപ്പം ഇത്തരത്തിലുള്ള കുപ്രചരണത്തിൽ ദയവായി ആരും വീഴരുത്. ഈ കുപ്രചരണം നടത്തുന്നവർക്ക് എതിരെ എൻ്റെ ഈ ഒരു കേസിൻ്റെ ജാമ്യം എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ നടപടി എടുക്കുന്നതായിരിക്കും. ഡാനിപ്പോൾ വിശദാംശങ്ങളുമായി ചേർന്നു. ഡാനി, രണ്ട് വിഷയം. ഒന്ന്, ബിജെപിയുടെ നിലപാട് സേവ് ലക്ഷദ്വീപ് ഫോറത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചിരിക്കുന്നു. അതായത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന പ്രതിഷേധത്തിൽ ഇനി ബിജെപി ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ബിജെപി ഇനി ആ പ്രതിഷേധത്തിൽ ചേരുന്നത് താല്പര്യപ്പെടുന്നില്ല, അങ്ങനെയാണോ വ്യാഖ്യാനിക്കേണ്ടത്? ഒപ്പം ഐഷ സുൽത്താനയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. അതിന്റെ നിയമ നടപടികളൊക്കെ ഏത് രീതിയിലാണ്? അപർണ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയത് എന്ന് പറയുന്നത് സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ അവരുടെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് BJP അതിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നാണ്. BJPയുടെ നിലപാടുകളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ അവരുടെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് BJPയെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായും അവർ എടുത്തു കാണിക്കുന്നത് നിലവിലുള്ള, അതായത് ഇപ്പോൾ ഐഷ സുൽത്താനയ്ക്കെതിരെ അടക്കം കേസുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് BJPയാണ്. ഈ ഒരു പരാതിയിലാണ് ഐഷ സുൽത്താനയ്ക്കെതിരെ രാജ്യദ്രോഹത്തിന് തന്നെ കേസെടുക്കുന്ന ഒരു സാഹചര്യം. അതിനേക്കാൾ ഗുരുതരമായി ചൂണ്ടിക്കാണിക്കുന്നത് ലക്ഷദ്വീപിൻ്റെ തന്നെ ചുമതലയുള്ള A.P. അബ്ദുള്ളക്കുട്ടി നടത്തിയ പരാമർശങ്ങളാണ്. ഇത് ദ്വീപിൻ്റെ താല്പര്യങ്ങൾക്ക്, ദ്വീപ് ജനതയുടെ താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഇത്തരമൊരു താല്പര്യങ്ങൾ പുലർത്തുന്ന ഒരു സംഘടനയെ, അവരുടെ പ്രതിനിധികളെ സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ ആശയങ്ങളുമായി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗം. അത് ഓൺലൈനായാണ് ചേർന്നത്. ആ യോഗത്തിൽ പൊതുവെ ഉയർന്ന ഒരു വികാരം അതായിരുന്നു. അതുകൊണ്ട് അവരെ BJPയെ മാറ്റി നിർത്തി ഇപ്പോൾ മുന്നോട്ട് പോകാനാണ് സമരപരിപാടികൾ അടക്കം ആസൂത്രണം ചെയ്യുമ്പോൾ നിലവിൽ BJPയിൽ പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. BJPയിൽ നിന്ന് നിരവധി പേർ രാജിവെച്ച് സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. നിലവിലുള്ളവർക്ക് വേണമെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് വരാമെന്നാണ് സേവ് ലക്ഷദ്വീപ് ഫോറം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഐഷ സുൽത്താനയും ഇന്ന് അവരുടെ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നു. ഇവർക്കെതിരെ BJPക്കെതിരെ പ്രതികരിച്ചതുകൊണ്ട് ഇവർക്കെതിരെ പല കോണുകളിൽ നിന്നും ആക്രമണം ഉയരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി അവരെ നിരന്തരം അധിക്ഷേപിക്കുന്നുണ്ട്. താൻ ബംഗ്ലാദേശുകാരിയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ഇവർക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുമെന്ന് പറയുന്നു. BJPക്കെതിരെ പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ആക്രമണം നടത്തുന്നതെന്നാണ് ഐഷ സുൽത്താന പറയുന്നത്. ഐഷ സുൽത്താനയ്ക്ക് എതിരെ നിലവിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. കവരത്തി പോലീസാണ് കേസെടുത്തത്. BJP നേതാക്കൾ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരുന്നത്. ഇന്ന് അവരുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ലക്ഷദ്വീപ് ഭരണകൂടത്തിൻ്റെ കൂടി നിലപാട് അറിയിക്കുന്നതിന് വേണ്ടി അത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. താൻ നടത്തിയ പരാമർശങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും ഇതിൽ താൻ തന്നെ അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും ഇതിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഐഷ സുൽത്താനയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഡാനി പോൾ വിശദാംശങ്ങൾ നൽകിയത്.